Hey guys, welcome back to Motor Garage. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 വർഷമായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ഒരു പ്രീമിയർ 10 കോൾഡ് സ്റ്റാർട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ. അപ്പോൾ സ്റ്റാർട്ട് ആകില്ല എന്നൊന്നും അറിയില്ല, എന്താണെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതെ ഗായ്സ്, ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. അപ്പോൾ നമുക്ക് അകത്തൊക്കെ ഫുൾ റെസ്റ്റാണ്. ഞാൻ വേറൊരു വണ്ടിയുടെ ബാറ്ററി എടുത്തു കൊണ്ടുവന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററിയും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ബാറ്ററി വെച്ച് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ബോണറ്റ് നോക്കാം. നിർത്തിയിട്ടേക്കുന്ന വണ്ടിയാണ്. ഏകദേശം 25 വർഷത്തോളം പഴക്കമുണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഒരുപാട് കാലം നിർത്തിയിട്ടേക്കുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ റേഡിയേറ്റർ തുറന്ന് റേഡിയേറ്ററിൽ വെള്ളം ഫില്ല് ചെയ്യുക. വെള്ളം ഒഴിച്ച് അതിൽ വെള്ളം ഫുള്ളാണെന്ന് ഉറപ്പ് വരുത്തുക. വെള്ളം ഫുള്ളാക്കി നിർത്തുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുക. പിന്നെ അതേപോലെ തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അകത്തൊക്കെ നിറച്ച് ഓയിലടിച്ച്. ഇത് ആക്ച്വലി ഉപേക്ഷിച്ച വണ്ടിയാണ്, നിർത്തിയിട്ട് കംപ്ലൈൻസ് ആയിട്ട്. ഓയിലുണ്ട്, പക്ഷെ നല്ല കട്ടി കൂടിയ ഓയിലാണ്. ഇതുകൊണ്ട് അധികം ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഓയിൽ സർവീസൊക്കെ ചെയ്യണം. അതേപോലെ ഡീസൽ ഫില്ല് ചെയ്യുക. പിന്നെ ബ്രേക്കൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ പഴയ വണ്ടികൾ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഉണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഓടിക്കാൻ ശ്രമിക്കുക. അതേപോലെ ഒരുപാട് കാലം നിർത്തിയിട്ട് വണ്ടിയാണെങ്കിൽ തുറക്കുന്നതിന് മുന്നേ അതിൻ്റെ ഉള്ളിൽ പാമ്പോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ സ്വയം സേഫായിട്ട് എല്ലാം ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇത് ടാങ്കിൽ എന്തെങ്കിലും ഡീസൽ ഉണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഒഴിക്കേണ്ടി വരും. ഗായ്സ്, നമുക്ക് അപ്പോൾ ഗായ്സ്, നമ്മുടെ വണ്ടി ക്രാങ്കിങ് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഉള്ളിൽ നിന്നുള്ള കണക്ഷനൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് ഒരു വയർ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ത്രൂ കണക്ഷനാണ് അടിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അടിച്ചു നോക്കാം. അതിന് മുന്നേ വണ്ടി ഒന്ന് ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്തിട്ട് അടിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഹീറ്റിങ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഹീറ്റിങ്ങിൻ്റെ ഇത് നമുക്ക് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ പ്ലഗും ഒരേപോലെ ഹീറ്റ് ആയിക്കോളും. അപ്പോൾ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടിച്ചു നോക്കാം.
ഗായ്സ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആഫ്റ്റർ 10 years വണ്ടി സിമ്പിളായിട്ട് ക്രാങ്ക് ചെയ്ത് അടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കാനൊക്കെ നോക്കി. പക്ഷേ ഫ്രണ്ടിലൊരു വീൽ ജാമുണ്ട്, അതുകൊണ്ട് നമുക്കിത് അനക്കാൻ കഴിയുന്നില്ല. ബാക്കി 3 വീലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടീം വർക്കായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ അമ്മച്ചി, അങ്കിൾമാർ എല്ലാവരും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഒരുപാട് നൊസ്റ്റാൾജിക് മെമ്മറീസ് ഉള്ള ഒരു കാറാണിത്. അപ്പോൾ അതാണ് ഇവരെല്ലാം ഇത് കൊടുക്കാണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണേലും അധികം വൈകാതെ തന്നെ ഇത് റോഡിൽ ഇറക്കാനുള്ള ഒരു സെറ്റപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.